ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗാണ്. വേറെ ആരുടെ ബർത്ത്ഡേ അല്ല, എൻ്റെ ബർത്ത്ഡേ തന്നെയാണ്. അത് വീഡിയോൻ്റെ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഒരു വൈറ്റ് ടോപ്പും ഒരു ജീൻസുമാണ്. പിന്നെ ഒരു വാച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെയിൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതിടും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ 3 എടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നുമല്ല. കുറച്ച് പേരെ വിളിച്ചിട്ട് ഫുഡ് കൊടുക്കുക, കേക്ക് മുറിക്കുക, അതൊക്കെ തന്നെ ഉള്ളൂ. ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേരുണ്ടായിരുന്നു, പിന്നെ ഉപ്പാൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് പേരുണ്ടായിരുന്നു. ആരും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. എല്ലാവരും വരുമ്പോഴത്തിന് ഞാനൊന്ന് വേഗം പോയിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു. ബർത്ത്ഡേ ഗേളല്ലേ, അപ്പോൾ ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് വരാം. അപ്പോൾ ഇതിലൊന്ന് സെലക്ട് ആക്കിയിട്ടുണ്ട്. ഗസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും വെൽക്കം ഡ്രിങ്ക് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു വെള്ളമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നല്ല സ്പെഷ്യലായിട്ട് പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ അവിടെ ഭയങ്കര പണീൻ്റെ തിരക്കിലാണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് വേഗം പോകും, അല്ലെങ്കിൽ ഞമ്മക്കും പണി കിട്ടും. അങ്ങനെ ഇതാ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ഫുഡൊക്കെ ടേബിളിൽ വെച്ച് സെറ്റാക്കാം. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു സിമ്പിൾ ഔട്ട്ഫിറ്റാണ്. ഔട്ട്ഫിറ്റ് ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ. കുറച്ച് പേര് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു, ഇനിയും കഴിക്കാണ്ട്. അപ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കലും കഴിഞ്ഞു. പിന്നെ ഇവർ രണ്ടാളും എൻ്റെ കസിൻസാണ്, സീനു ലിയ. ഇവരെൻ്റെ വണ്ടിയിട്ട് എവിടേക്കോ പോവുകയാണ്. എവിടേക്കാണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നെയാണ് പറഞ്ഞത്. കേക്ക് മുറിക്കുമ്പോൾ പോപ്പർ വേണമല്ലോ, അപ്പോൾ പോപ്പർ വാങ്ങാനും പിന്നെ സ്നോ സ്പ്രേ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാന്നാണ് പറഞ്ഞത്. ആദ്യം ഞാനൊന്ന് പേടിച്ച് വല്ല പണി തരാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇപ്പോൾ ഉണ്ടല്ലോ ചീഞ്ഞ മുട്ടൊക്കെ, അത് വല്ല ഒപ്പിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണോ എന്ന് വിചാരിച്ച്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇവർ രണ്ടാളും വരുന്ന വരെ ഒരു സമാധാനം ഇല്ലായിരുന്നു. പിന്നെ ഇത് എൻ്റെ മാമനാണ്. മാമൻ്റെ വക ചെറിയ സർപ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്, ഗിഫ്റ്റൊക്കെ. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ കേക്കും ഗിഫ്റ്റും എല്ലാ കാര്യങ്ങളും. ഉള്ളിൽ വെച്ചിട്ട് ചെയ്തിട്ടില്ല, ഉള്ളിൽ ലൈറ്റ് കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് വെച്ചിട്ടാണ് കേക്ക് മുറിച്ചതൊക്കെ. പിന്നെ കേക്ക് മാമിൻ്റെ വകയുള്ളൊരു സർപ്രൈസ് കേക്ക് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു കേക്ക് കൊണ്ടുവന്നൊന്നും. വെറൈറ്റി ബർത്ത്ഡേ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പുളിമുട്ടായി, പണ്ടത്തെ മുട്ടായി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ. അപ്പോൾ ഇനി കേക്ക് കട്ട് ചെയ്തിട്ട് വരാം. Happy birthday to you. Happy birthday to you. Happy birthday to you. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ തന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് ചെറിയ ഗിഫ്റ്റാണെന്നൊക്കെ, പക്ഷേ എനിക്ക് ഓരോരുത്തർ തരുന്ന ഗിഫ്റ്റും ഭയങ്കര വാല്യൂ ഉള്ളതാണ്. അപ്പോൾ ഈ ഗിഫ്റ്റ്, ഈ ഒരു ഹാമ്പർ എനിക്ക് മാമൻ തന്നതാണ്. ഞാൻ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഈ ഒരു സെയിം മോഡൽ ഡ്രസ്സ് വാങ്ങണം. പക്ഷേ അവരെൻ്റെ മനസ്സറിഞ്ഞ് എനിക്കൊരു ആ ടൈപ്പ് ഡ്രസ്സ് തന്നെ വാങ്ങി തന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്നുള്ളത് എന്തായാലും എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ഗിഫ്റ്റ് വരുന്നത് ഇതാണ്. ഇതെൻ്റെ എളാപ്പ എനിക്ക് തന്നതാണ്. എളാപ്പ എന്നൊന്നല്ല വിളിക്കൽ, ഞങ്ങൾ ടി എന്നാണ് വിളിക്കൽ. അപ്പോൾ എനിക്ക് ടി തന്നൊരു ഗിഫ്റ്റാണ്. 2 ടോപ്പാണ്, ഗൾഫിൽ നിന്ന് കൊടുന്നതാണ്. അപ്പോൾ അതും അങ്ങനെ കഴിഞ്ഞു. ഇത് ഞാൻ തന്നെ സെൽഫായിട്ട് വാങ്ങിയൊരു ഗിഫ്റ്റാണ്. എനിക്ക് തന്നെ വാങ്ങിയൊരു സ്മോൾ ഗിഫ്റ്റാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു വാച്ച്. അപ്പോൾ ബർത്ത്ഡേ കിട്ടിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കണമല്ലോ, അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ടി കൊടുക്കുന്ന ഡ്രസ്സ് ഉണ്ടായിരുന്നു, അത് ഇട്ട് നോക്കിയിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വീടിൻ്റെ ഒരു അവസ്ഥ ഇതായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു.
അപ്പോൾ കേക്കൊക്കെ മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. ആ കേക്ക് മുറി കണ്ടാൽ തന്നെ അറിയാം വീട്ടിലത്തെ ഒരു മഹാനാണ്, അവൻ മുറിച്ചതാണ്. കേക്കിൻ്റെ കോലം കണ്ടിട്ട് നിങ്ങളൊന്നും കാര്യമാക്കണ്ട. പിന്നെ ഇവിടുത്തെ കൊച്ചു മഹാന് കേക്ക് തിന്നുകയാണ്, അതിൻ്റെ തിരക്കിലാണ്. അങ്ങനെ വീട്ടിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങളെല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കുളത്തേക്കും പിന്നെ പാടത്തേക്കൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. രണ്ടാളും ഇഷ്ടമാണ്, ഞങ്ങളെ ഇഷ്ടമാണ്. അഡ്വാൻറ്റേജ് തമ്പുരാൻ അറിയവൻ എന്താ പറയുന്നുള്ള അവനക്ക് തന്നെ അറിയുമെന്ന് ആർക്കറിയാം. ഞങ്ങൾ അഡ്വാൻറ്റേജർ തെരഞ്ഞു വന്നാണ്. നോക്ക് എവിടെ കിട്ടും ഇങ്ങനത്തെ ഇത് എവിടെ സ്ഥലം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് അടിക്കുക. ലൈക്ക് ഇതെവിടെ സ്ഥലം എവിടെ? പന്തിരങ്ങാവ്. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കുളത്തേക്കൊക്കെ പോയിരുന്നു, അതൊന്നും വീട്ടെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ബർത്ത്ഡേയുടെ അന്ന് ചെറിയൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റി. കുറച്ച് പേർക്ക് ഫുഡ് ഒരു നേരത്തെ എന്നെ കൊണ്ട് വാങ്ങി കൊടുക്കാൻ പറ്റി. അവരെ മുഖത്തുണ്ടാവുന്ന ആ ചിരി ഉണ്ടല്ലോ, അതന്നെ മതി, നമുക്ക് വേറെ ഒന്നും വേണ്ട. ബർത്ത്ഡേൻ്റെ അന്ന് ഈ ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ വേറൊരു ദിവസമാണ് എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ കേക്ക് മുറിയൊക്കെ ഉണ്ടായത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നത് ഇങ്ങനെ ഫുഡ് കൊടുക്കണം, ഒരു നേരത്തെ ഫുഡെങ്കിലും ഇങ്ങനെ വാങ്ങി കൊടുക്കണം എന്നുള്ളത്. അത് ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ നടന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചില്ലായിരുന്നു, പക്ഷേ എൻ്റെ ഫ്രണ്ട് എടുത്തപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്തെന്നേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും അങ്ങനെ കൊടുക്കാൻ തോന്നി അത് വലിയ കാര്യമല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു. വേറൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.